കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് പ്രതി രാഹുലിന്റെ അമ്മയെ കസ്റ്റഡിയിലെടുത്തേക്കും. ഗാർഹിക പീഡനത്തിൽ അമ്മയ്ക്കും പങ്കെന്ന മൊഴിയെടുക്കൽ പൂർത്തിയായതിനു ശേഷമായിരിക്കും കസ്റ്റഡി കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. വിവരങ്ങൾ നൽകാൻ PV ജോഷില കോഴിക്കോട് നിന്ന് ചേരുകയാണ്. ജോഷില, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അഞ്ജന. ജോഷില, പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ടു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. രാഹുലിന് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയ സാഹചര്യം. നമുക്കറിയുന്നത് പോലെ ബാങ്ക് അക്കൗണ്ടുകൾ അടക്കം മരവിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമടക്കം നടക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അമ്മയെ കസ്റ്റഡിയിൽ എടുത്തേക്കും എന്ന വിവരം പുറത്തുവരുന്നത്, അല്ലേ? തീർച്ചയായും അഞ്ജന, പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ അത് നല്ല രീതിയിലുള്ള അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫറൂഖ് ACP സാജു എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ രാഹുലിന്റെ വീട്ടിലും അതുപോലെ തന്നെ പെൺകുട്ടിയുടെ വീട്ടിലും എത്തി മൊഴിയെടുത്തിരുന്നു. അതുപോലെ തന്നെ CCTV ദൃശ്യങ്ങളടക്കം ലഭ്യമായിരുന്നു. ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ അഞ്ജന സൂചിപ്പിച്ചതുപോലെ രാഹുലിന് വേണ്ടിയുള്ള തിരച്ചിലും ഊർജിതമാക്കിയിരിക്കുകയാണ്. വിദേശത്തേക്ക് കടന്നു എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. എന്തായാലും അമ്മയുടെ മൊഴി ഇന്നലെ മുതൽ അമ്മയുടെ മൊഴി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും അമ്മയുടെ മൊഴിയെടുപ്പ് തുടരും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. മൊഴിയെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ അമ്മയെ കസ്റ്റഡിയിലെടുക്കാൻ, രാഹുലിന്റെ അമ്മയെ കസ്റ്റഡിയിലെടുക്കാൻ സാധ്യതയുണ്ട്. കാരണം പെൺകുട്ടിയുടെ മാതാപിതാക്കളും അതുപോലെ പെൺകുട്ടിയും നൽകിയ മൊഴിയിൽ രാഹുലിന്റെ അമ്മയടക്കം ഈ പീഡനത്തിന്റെ ഭാഗമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് പറയുന്നുണ്ട്. അത്തരത്തിൽ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് രാഹുലിന്റെ അമ്മയെ ചോദ്യം ചെയ്തു വരുന്നത്. എന്നാൽ രാഹുലിന്റെ അമ്മ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് അത്തരത്തിൽ തനിക്ക് ഈ മർദ്ദനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടോ യാതൊരു അറിവുമില്ല, മകൻ മർദ്ദിച്ചതായി അറിയാം എന്നുള്ളത് മാത്രമാണ് മാധ്യമങ്ങളോട് പങ്കുവച്ചത്. എന്നാൽ അമ്മയ്ക്ക് വ്യക്തമായി ഇക്കാര്യങ്ങളെല്ലാം അറിയാം. മർദ്ദിക്കുന്ന സമയത്ത് അമ്മയും സഹോദരിയും വീട്ടിലുണ്ടായിരുന്നു. മർദ്ദിക്കുന്നതും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ബഹളങ്ങളുമെല്ലാം അമ്മയടക്കം അറിഞ്ഞിരിക്കാം. ഇവർ ബോധപൂർവം മാറി നിന്നതാണ്, ഒന്ന് ഇടപെടുക പോലും ചെയ്യാതെ മാറി നിന്നതാണ് എന്നുള്ളതാണ് പെൺകുട്ടിയുടെ മൊഴി. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, അമ്മയുമായി സംസാരിച്ച ശേഷമാണ് രാഹുൽ തന്നോട് ഈ രീതിയിൽ പെരുമാറാൻ തുടങ്ങിയത് എന്നുള്ള കാര്യവും പോലീസിനോട് പറഞ്ഞിരുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും അമ്മയടക്കം ഈ ഒരു കേസിന്റെ ഭാഗമാക്കിക്കൊണ്ട് മൊഴിയെടുപ്പ് ഇന്ന് പൂർത്തിയാക്കും എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. മൊഴിയെടുപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അമ്മയെ കസ്റ്റഡിയിലെടുക്കാൻ സാധ്യതയുണ്ട് അഞ്ജന. ജോഷില, അതോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ രാഹുൽ പറയുന്ന ഒരു വീഡിയോ ഒരു ചാനൽ പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അതായത് രാഹുലിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ചില മാധ്യമങ്ങൾ ഇതിൻ്റെ ഇടയിൽ പണിയെടുക്കുക കൂടി ചെയ്യുന്നുണ്ട്. തീർച്ചയായും അഞ്ജന, ഒരു ഇരയുടെ പക്ഷത്ത് നിൽക്കാതെ ഇത്തരത്തിൽ ഒരു പ്രവണത മറ്റു മാധ്യമങ്ങൾ ചിലരെങ്കിലും കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് എന്തെങ്കിലും ഒരു സ്വാധീനത്തിന്റെ ഭാഗമാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാൽ പോലും ഇരുപക്ഷത്തിനും എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി മാധ്യമങ്ങൾ ഇവരെ രണ്ടുപേരെയും കാണുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ്. എന്നാൽ അതല്ല, മറുപക്ഷത്തിന് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടി മാധ്യമങ്ങൾ വാദിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രതിയുടെ വീട്ടിൽ ചെന്ന് അമ്മയും അതുപോലെ തന്നെ സഹോദരിയും പറഞ്ഞ കാര്യങ്ങൾ, അത് പെൺകുട്ടിക്കെതിരെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജുകൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇവർ തമ്മിൽ വഴക്കുകൾ ഉണ്ടായത് എന്നുള്ളതൊക്കെ വലിയ കാര്യമായി, അതായത് ഇതൊരു വലിയ പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നു. അതായത് പെൺകുട്ടിയെ മോശമായി ചിത്രീകരിക്കാൻ അമ്മയൊക്കെ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ തന്നെ വലിയ പ്രശ്നമായി ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. എന്തായാലും യുവജന കമ്മീഷൻ അടക്കം ഇത്തരത്തിൽ ഇങ്ങനെയൊരു കാര്യം ചെയ്യാൻ പാടില്ല. മാധ്യമങ്ങൾ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഇങ്ങനെ പോയാൽ കേരളത്തിൽ തന്നെ ഒരുപക്ഷെ ഒരുപാട് പെൺകുട്ടികൾ ഇതുപോലെ പീഡന വിവരങ്ങളൊന്നും പുറത്തറിയിക്കാതെ കഴിയുന്നവരുണ്ടാകും. അവരെ അടക്കം തളർത്തുന്ന ഒരവസ്ഥയിലേക്കാണ് പോവുക. മാധ്യമങ്ങൾ ഇത്തരത്തിൽ ഉള്ള ഒരു ജോലി ചെയ്യരുത് എന്നുള്ള രീതിയിൽ യുവജന കമ്മീഷൻ അംഗമായ ഷാജർ കൂടി ഇത്തരത്തിൽ പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയുണ്ടായി. എന്തായാലും
പെൺകുട്ടിയുടെയും മാതാപിതാക്കളുടെയും മൊഴി അനുസരിച്ച് അമ്മയെ ഇന്ന് കസ്റ്റഡിയിലെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതുപോലെ തന്നെ നേരത്തെ പോലീസിനെ സ്വാധീനിക്കാൻ രാഹുൽ ശ്രമിച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ്. അത്തരത്തിലുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായ മുഖ്യമന്ത്രിക്ക് പരാതി പെൺകുട്ടിയുടെ ബന്ധുക്കൾ കൊടുത്തതോടുകൂടി ഈ കേസിന്റെ ആദ്യ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന SHOയെയും അതുപോലെ തന്നെ SIയെയും മാറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് പോലും സർക്കാർ പോവുകയുണ്ടായി. പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥരെ നിയമിക്കുകയുണ്ടായി. എന്തായാലും ഇപ്പോൾ നടക്കുന്ന അന്വേഷണം അത് ഊർജിതമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ജന. ശരി, എന്തായാലും പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് അമ്മയ്ക്കും സംഭവത്തിൽ പങ്കുണ്ടെന്നും അമ്മയ്ക്ക് ഇതിൽ പങ്കുണ്ടെന്ന് പറഞ്ഞ പെൺകുട്ടി മൊഴി നൽകിയിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അമ്മയെ കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണേണ്ടത്. രാഹുലിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി തന്നെ തുടരുകയാണ്.